നമസ്കാരം സർ. അഫ്വാൻ എന്ന പേര് കേരളം അത്ര പെട്ടെന്നൊന്നും മറക്കില്ല. വെഞ്ഞാറമൂടിൽ സ്വന്തം അമ്മയെ പരിക്കേൽപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചത് തുടങ്ങി കുഞ്ഞനുജനെ കൊന്നടക്കിയ ക്രൂര കൊലപാതക കഥ. ഇതിന് കാരണം സാമ്പത്തിക പ്രതിസന്ധി മാത്രമായിരിക്കുമോ? സാറിന്റെ അഭിപ്രായം എന്താണ്? അതിന് സാധ്യതയില്ല. കൊലപാതകത്തിന്റെ കാരണം പോലീസ് പറയുന്നത്, അവൻ പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി എന്നാ. നേരത്തെ ചോദ്യം ചെയ്യുമ്പോൾ അയാൾ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. നീ എന്തിനാണ് ആ പെൺകുട്ടിയെ ഇത്ര ക്രൂരമായിട്ട് മുഖം വികൃതമാക്കിയത്? അപ്പൊ അയാളൊരു കാരണമെന്ന് പറയാ, ഞാൻ പെൺകുട്ടിയെ അമിതമായിട്ട് സ്നേഹിക്കുന്നു, ഞാൻ കണ്ടതുപോലെയുള്ള ഒരു മുഖം, ആ സൗന്ദര്യമുള്ള മുഖം ആരും ഇനിയും കാണണ്ടാൻ തീരുമാനിച്ച് ഞാൻ തല്ലി തകർത്തതാണ്. അപ്പൊ നീ ഇത്രയും പേരെ കൊല്ലാൻ കാരണം എന്താണ്? എന്റെ അച്ഛൻ വിദേശത്ത് വളരെ കൂടുതൽ കടമുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ കടമുണ്ടാക്കി വെച്ചിട്ട് അയാളെ മോചിപ്പിക്കുന്നതിന് പകരം നീയും നിന്റെ കുടുംബവും കൂടി ഇവിടെ ഇവിടെ വളരെ ലാവിഷായിട്ട് താമസിക്കുകയല്ലേ എന്ന് എന്റെ കുടുംബക്കാരും നാട്ടുകാരും പഴിക്കുന്നത് കൊണ്ട് എനിക്ക് സഹിക്കാൻ വയ്യാതെ കൊന്നതാണെന്നൊക്കെ അവൻ കൊടുക്കുന്ന മൊഴി, പോലീസ് പുറത്തുവിടുന്ന മൊഴി, അത് വാർത്തയിൽ കൂടി വരുന്നതാണ്. എന്റെ പൊന്നെ, ഇതിനകത്ത് നമ്മൾ ഈ പറയുന്നത് പോലെയല്ല. നമ്മളെ ശാരീരികമായും മാനസികമായിട്ടും ഒരു കൊലപാതകി എത്ര തയ്യാറെടുത്താലും ഒരു സാധാരണക്കാരന് ചെയ്യാൻ പറ്റുന്ന, അതൊരു സാധാരണ ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല അഫ്ഗാൻ ചെയ്തിരിക്കുന്നത്. അഫ്ഗാന്റെ കൊലപാതകത്തിനകത്ത് നമ്മൾ പഠിക്കേണ്ട ഒത്തിരി കാര്യമുണ്ട്. ഇനി പോലീസ് അല്ല, പട്ടാളമല്ല, സാധാരണ ജനം മനസ്സിലാക്കേണ്ട, ആര് പറഞ്ഞു, പോലീസ് അല്ല, പട്ടാളമല്ല, ആര് പറഞ്ഞാലും സാധാരണ ജനം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 5 പേരെയോ 6 പേരെയോ കൊല്ലുന്നതല്ല അതിനകത്തെ. ഇപ്പൊ ഒരു മുറിക്കകത്ത് ഒരാൾ വയലന്റ് ആയിട്ട് അതിനകത്ത് ഒരു 4-5 പേര് നിൽക്കും. അയാളുടെ കയ്യിൽ ഒരു മാരകായുധമുണ്ട്. അയാൾ ഈ 4-5 പേരെ കുത്തിക്കൊന്ന് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ അങ്ങ് വേണമെങ്കിൽ സംഭവിക്കാം. ഇത് അയാള് ആദ്യമേ ഒരു കൊലപാതകം നടത്തുന്നു, അമ്മയെ കൊന്നു എന്ന് വിചാരിച്ചിട്ട് രണ്ടാമത് അമ്മൂമ്മത്തള്ളെ കൊല്ലാൻ പോകുന്നത് കിലോമീറ്റർ ദൂരെയാ. ഒരു കൊലപാതകത്തിന് ശേഷം ഒരു പ്രതി, ഒരു സാധാരണയായിട്ടുള്ള ഒരു മനുഷ്യനാണെങ്കിൽ ഒരു കൊലപാതകം ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങ് നടന്നു പോയി. അതിനുശേഷം അവൻ വീണ്ടും അവന്റെ യഥാർത്ഥ വിചാരത്തിലേക്ക് അങ്ങനെ ചെയ്ത തെറ്റേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് കൊലപാതകം നടത്തുന്നു, അമ്മയെ കൊന്നു, അല്ലെ അമ്മയെ വലിച്ച് നിലത്തടിച്ചു കൊന്നു എന്ന് ബോധ്യം അല്ലെങ്കിൽ ഉറപ്പിച്ചിട്ട് ഇയാൾ പോകുന്നത് ആരെയാ? അവിടെ അയാളുടെ അമ്മൂമ്മയുടെ അടുത്തോട്ടാ. ആ അമ്മൂമ്മയെ അവിടെ നിന്ന് ഭിത്തിയിലിടിച്ച് കൊല്ലുന്നു. നമ്മൾ കേൾക്കുന്നത് ശരിയാണെങ്കിൽ അല്ല, ഒറ്റയിടിക്ക് ആ അമ്മൂമ്മയെ ഭിത്തിയിലിടിച്ച് കൊല്ലുന്നു. അവിടെ ഒറ്റയിടിക്ക് കൊല്ലുന്ന പറഞ്ഞാൽ നമ്മൾ വിചാരിക്കേണ്ടത് ആ ഒറ്റയിടി ഒരു തള്ളയുടെ തല എവിടെ പിടിച്ചിടിച്ചാൽ മരിക്കുമെന്ന് കൃത്യമായിട്ട് ബോധ്യമുള്ള ഒരാൾക്കേ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അവിടെ നിന്ന് ആ കൊലപാതകത്തിന് ശേഷം അവരുടെ ആഭരണവും ഊരി തിരിച്ചു വന്ന് മദ്യശാലയിൽ കയറി മദ്യപിച്ച് വെളിയിലിറങ്ങി നിൽക്കുമ്പോൾ ഇവന്റെ അച്ഛന്റെ സഹോദരൻ വിളിക്കുന്നു. അവിടേക്ക് പോയി അയാളെയും അയാളുടെ ഭാര്യയെയും വകവരുത്തുന്നു. അപ്പം ഇപ്പൊ ആദ്യം അമ്മയെ കൊല്ലുന്നു, അതിനുശേഷം കിലോമീറ്റർ സഞ്ചരിച്ച് അമ്മൂമ്മയെ കൊല്ലുന്നു. അപ്പൊ ആദ്യത്തെ കൊലപാതകത്തിന് ശേഷം അവന് പ്രശ്നമില്ല, രണ്ടാമത്തെ കൊലപാതകത്തിന് ശേഷം അവന് പ്രശ്നമില്ല. ഈ കൊലപാതകങ്ങളൊക്കെ നടത്തുമ്പോഴും ആരും അറിയാതെ കൊലപാതകം നടത്താൻ പറ്റുന്നു. അവിടുന്ന് സ്വർണ്ണാഭരണം എടുക്കുന്നു, അന്നേരം തന്നെ പണയം വെക്കുന്നു, അവന്റെ അല്ലെങ്കിൽ അവൻ ആസ്വദിക്കുന്നതിന് വേണ്ടി മദ്യപിക്കുന്നു, മദ്യപിച്ചതിന് ശേഷം 2 കൊലപാതകം നടത്തുന്നു. ഈ 2 കൊലപാതകം നടത്തിയതിന് ശേഷം ഈ തിരിച്ചിറങ്ങി വന്നിട്ട് സ്വന്തം അനുജനെ വിളിക്കുന്നു, അനുജനെ സ്ഥലത്തു നിന്ന് വിളിക്കുന്നു. ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ ഈ അനുജനെ കൊണ്ടുവന്ന് അവന് മന്തി മേടിച്ചു കൊടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോയി അവനെ കൊലപ്പെടുത്തിയതിന് ശേഷം കാമുകിയെ വീട്ടിൽ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയ അഫ്ഗാൻ എന്ന് പറയുന്ന ക്രിമിനൽ ഒരു ഓട്ടോ വിളിച്ച് അവന്റെ ബൈക്കും സേഫാക്കി ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഓട്ടോ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഈ വിവരം പോലീസുകാരോട് പറയുമ്പോൾ അവർക്ക് ഇവന് വട്ടാണെന്നാണ് തോന്നിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഒരു കഥ കേൾക്കുമ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്രിമിനൽസുമായിട്ട് ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ക്രിമിനൽസിന്റെ ചെയ്തികൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പോലീസിന് പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കഥയായിട്ട് മാറുന്നു. ഉടനെ പോലീസുകാരൻ ഓട്ടോക്കാരനെ വിളിക്കും, നിങ്ങൾ ഈ കൊണ്ടുവന്ന ആളെ നിങ്ങൾക്ക് അറിയാമോ, അവൻ എന്തെങ്കിലും കുഴപ്പമുള്ള പോലീസ്? അപ്പൊ ഓട്ടോക്കാരൻ ഇവനെ കാണുന്ന കാലം തൊട്ടും അവനോട് പരിചയപ്പെട്ടിട്ടുള്ള കാലം തൊട്ടും അന്ന് ഓട്ടോ കയറി അവിടെ ചെന്നിരിക്കുന്ന സമയം വരെയും, അന്ന് 2 വട്ടം ഓട്ടോ വിളിച്ചു, ആ സമയം വരെയും ഒരു ഭാവവ്യത്യാസവും അവനിൽ കാണുന്നില്ല. അവനൊരു സാധാരണ മനുഷ്യന്റെ കൂട്ട് പോകുന്നു. അപ്പൊ ഇത്തരത്തിൽ ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ ഇത്രയും കൊലപാതകം ഞാൻ ഈ പറഞ്ഞ റൂട്ടിൽ കൂടി നടത്തിയ ഒരാൾ, പോലീസിന് പോലും അതിശയപ്പെടുന്ന ഒരാൾ പറയുന്നതങ്ങ് വിശ്വസിച്ച് പോലീസ് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ എന്നാൽ അതെന്തൊരു പോലീസാ? എന്നെ പൊന്നെ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ ഇതൊരു സാധാരണക്കാരന് ചെയ്യാൻ പറ്റുന്ന ഒരു കൊലപാതകമല്ല. ഇത് വളരെ കൃത്യമായിട്ട് മെന്റലി ഫിസിക്കലി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഇത്രയും വലിയ ഒരു പാതകം ചെയ്തിട്ട് യാതൊരു
വ്യത്യാസവുമില്ലാതെ ആൾക്കാരുടെ മുമ്പിൽ, കാരണം അയാൾ ചെയ്യുന്നതിനകത്ത് യാതൊരു ചാഞ്ചാട്ടവും ഇല്ലാതെ വലിയ വലിയ ക്രിമിനൽസിന് മാത്രം നടക്കും, ചാഞ്ചാട്ടം ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയേ ഉള്ളൂ. മാത്രവുമല്ല, ഇയാൾ കൊലയ്ക്ക് ഉപയോഗിച്ചത് കൊലയ്ക്ക് എന്താ ഇയാൾ കത്തി ഉപയോഗിക്കാഞ്ഞ്, അല്ലെങ്കിൽ എന്തെല്ലാം മാരകായുധങ്ങളുണ്ട്, ഇയാൾ ചുറ്റികൾ എന്തിനാ ഉപയോഗിച്ച്? അതായത് മനസ്സിലാക്കേണ്ടത്, ഇയാൾ ഇന്ന് ഏതെങ്കിലും ഭീകരവാദിയോടോ തീവ്രവാദിയോടെ ആളാണെന്ന് എനിക്കറിയത്തില്ല, വളരെ കൃത്യമായിട്ട് കൊല നടത്തുന്നതിന് കൃത്യമായ ട്രെയിനിങ് കിട്ടിയ ഒരു വ്യക്തിയാണ് അഫ്ഗാൻ. കൃത്യമായിട്ട് ട്രെയിനിങ് കിട്ടിയ എന്ന് പറഞ്ഞാൽ ഈ കില്ലർ സ്ക്വാഡുകളൊക്കെ ഉണ്ട് തീവ്രവാദ ഗ്രൂപ്പിന്. PFI-കാരന് കില്ലർ സ്ക്വാഡുകൾ ഉണ്ടായിരുന്നു പണ്ട്. നമ്മൾ അവരെ അറസ്റ്റ് ചെയ്തപ്പോൾ കില്ലർ സ്ക്വാഡ് ട്രെയിനിങ് കൊടുക്കുന്ന ആൾക്കാരെയൊക്കെ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയി. കില്ലർ സ്ക്വാഡുകൾ എന്ന് പറഞ്ഞാൽ ഒരാളെ എങ്ങനെ കൊല്ലണം, അപ്പൊ അതിനകത്ത് പല രീതിയിലുള്ള ആയുധങ്ങളുമായിട്ടുള്ള പരിശീലനമുണ്ട്. കടാരി ഉപയോഗിച്ച് കൊല്ലുമ്പോൾ ഒറ്റക്കുത്തിന് എങ്ങനെ കൊല്ലാൻ സാധിക്കും, ചുറ്റിയൽ ഉപയോഗിച്ച് കൊല്ലുമ്പോൾ ഒറ്റ അടിക്ക് എങ്ങനെ കൊല്ലാൻ സാധിക്കും, അതായത് ഏതൊക്കെ ഭാഗത്ത് ഒരു മനുഷ്യന്റെ കുത്തിയാലും അടിച്ചാലും ഒക്കെ പെട്ടെന്ന് മരണപ്പെടും എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലൊക്കെ ട്രെയിനിങ് കിട്ടിയ ആൾക്കാർക്ക് ഇത്തരത്തിൽ കൊലപാതകം നടത്താൻ പറ്റത്തുള്ളൂ. മാത്രവുമല്ല, ഈ കൊലപാതകത്തിനകത്ത് ഈ കൊലപാതകം പരിശോധിക്കുമ്പോൾ വേറെ ചില വൈകല്യങ്ങളുണ്ട്, ഈ കൊലപാതകത്തിൽ സാമ്യതകളുണ്ട്. കാരണം ഇതേ ഒരു കൊലപാതകമാണ് രഞ്ജിത്ത് ശ്രീനിവാസൻ കൊലക്കേസില് കൂടം കൊണ്ട് തലക്കടിച്ച് കൊന്നതിന് ശേഷം മുഖം വികൃതമാക്കുന്ന ഒരു കൊലപാതകം നമ്മൾ കണ്ട സംസ്ഥാന കമ്മിറ്റി അംഗം ആലപ്പുഴയിൽ. അതുപോലെ തന്നെ ഇനി സമാനമായിട്ടുള്ള ഒരു കൊലപാതകമാണ് ഈ പറയുന്ന SFI നേതാവിനെ എറണാകുളത്ത് വെച്ച് കുത്തിക്കൊന്ന ഒരു ഓർമ്മയുണ്ട്. അന്ന് വളരെ വ്യക്തമായിട്ട് ട്രെയിനിങ് കിട്ടിയ ആൾ കുത്തിയത് കൊണ്ടാണ്, കുത്തിയ വാട് പോലും ഇല്ല, ഒറ്റ കുത്തിന് ഹൃദയത്തിൽ കൊണ്ട് മരിക്കുന്ന ഒരവസ്ഥ ട്രെയിനിങ് കിട്ടിയതാണ്. അപ്പൊ ഞാനീ പറഞ്ഞു വന്നത്, ഇതിനകത്ത് ഇവൻ പറയുന്നതൊക്കെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിൽ കാര്യങ്ങൾ പോയാൽ ശരിയാവത്തില്ല. ഇവന് കൃത്യമായ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. അതായത് ഇവന് മാനസികമായിട്ടും ശാരീരികമായിട്ടും കൊലപാതകം നടത്താൻ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. ഈ ഇത്രയും കൊലപാതകം നടത്തിയിട്ട് വളരെ കൂടുതൽ ആളുകൾ താമസിക്കുന്ന ഏരിയകളാണ് ആയിട്ട് പോലും ഇവൻ വന്ന് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ട് പോലീസ് വീട്ടിൽ വരുമ്പോഴാണല്ലോ ഈ പ്രദേശത്ത് കൊലപാതകം നടന്നത്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവൻ മാരകായുധം ഉപയോഗിച്ച് അവരെ കൊല്ലുന്ന സമയത്ത് അവർക്ക് ഒന്ന് അലയ്ക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അത്രയ്ക്ക് മർമ്മപ്രധാനമായിട്ടുള്ള സ്ഥലത്ത് ഒറ്റയടിക്ക് അയാളെ അടിച്ചു കൊല്ലുന്ന കൊലപാതകം നടത്തിയിട്ടുള്ളത്. ആ കൊന്നതിന് ശേഷം മുഖത്തിനകത്ത് പല ഭാഗത്തും അടിച്ചിട്ടുള്ളത്, അത് മുഖം വികൃതമാക്കുന്നതിന്റെ ഭാഗമാണ്. അത് അവർ ആസ്വദിക്കുന്നത്, കാരണം കൊലപാതകർക്ക് അങ്ങനെ സുഖം കൂടെയുണ്ട്, ആസ്വദിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഇവന് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടാവും. കാരണം അന്ന് PFI-കാരെ പിടിച്ചപ്പോൾ, ഞാൻ PFI-കാരെന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും അറിയാവുന്ന PFI-കാരെ പിടിച്ചപ്പോൾ, കില്ലർ സ്ക്വാഡിൽ ട്രെയിനിങ് കൊടുക്കുന്ന ആളിനെ പിടിച്ചപ്പോൾ പല ആൾക്കാർക്കും, വളരെ കൂടുതൽ ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അവർ പലരും ഇന്ന് PFI-യിൽ ഇല്ല, പലരൊക്കെ ട്രെയിനിങ് മേടിച്ചിട്ട് PFI വിട്ടുപോയവരുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അഫ്ഗാന് എവിടെ നിന്നോ എന്തിന്റെയൊക്കെ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്, സംശയമൊന്നും വേണ്ട കാര്യത്തിൽ. അയാൾക്ക് അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ നടത്തുന്ന കൊലപാതകവും അല്ലെങ്കിൽ എങ്ങനെ കൊലപാതകം ഒരാൾക്ക് നടത്താൻ പറ്റത്തില്ല. മാനസിക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാർ ചോദിച്ചാൽ മനസ്സിലാവും. ഇവൻ എവിടുന്നോ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. അതൊരു ഭീകരവാദികൾ അല്ലെങ്കിൽ അത്തരത്തിൽ ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ ഭാഗമായിട്ട് നിന്നുള്ള ട്രെയിനിങ് ആണ് കിട്ടിയിട്ടുള്ളത്. അല്ലെങ്കിൽ കില്ലർ സ്ക്വാഡിന്റെ ഭാഗമായിട്ട് ടെററിസ്റ്റ് ഗ്രൂപ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് ട്രെയിനിങ് ആണ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയത്തില്ലേ പല രീതിയിലുള്ള, പണ്ട് ഇപ്പോഴല്ല, PFI പിടിക്കുന്നതിന് വളരെ കാലം മുമ്പ് PFI ട്രെയിനിങ്ങിനെ പറ്റി പറഞ്ഞപ്പം അവര് വണ്ടിയിലിരുന്ന് വെട്ടാൻ ശീലിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ? വണ്ടിയിൽ നിന്ന് വെട്ടാൻ ശീലിക്കുന്നതെന്ന് പറഞ്ഞാൽ അവര് തെരുവ് പട്ടികൾക്ക് എന്നും ഭക്ഷണം കൊടുക്കും. ഭക്ഷണം കൊടുക്കുന്ന ആളിനെ കാണുമ്പോൾ തെരുവ് പട്ടി ഓടി വരുള്ളൂ. എന്നിട്ട് ഈ ഭക്ഷണം എന്നും കൊടുക്കുന്ന ആൾക്കാർ ഒരു വാഹനം ഓടിച്ചു വരും. എന്നിട്ട് ആ വാഹനത്തിന്റെ പുറയിലിരിക്കുന്നവന് ഈ ഭക്ഷണം ഇട്ടിട്ട് കൊടുക്കും. മനസ്സിലാവുന്നുണ്ടോ? വാഹനത്തെ ഇട്ടിട്ട് കൊടുക്കും. ആ പുറയിലിരിക്കുന്ന ആള് ഓടുന്ന വണ്ടിയിൽ ഇരുന്നുകൊണ്ട് ഓടുന്ന പട്ടിയെ വെട്ടാൻ പരിശീലിക്കും. അതായത് വണ്ടിയെ വന്നിട്ട് ആൾക്കാരെ വെട്ടാൻ പരിശീലിക്കുന്നത് അങ്ങനെയായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങള് ഇതൊന്നും പറയല, അടൂര് അല്ലെങ്കിൽ എന്റെ സ്ഥലത്ത് പറക്കോട്ട് പല പട്ടികളിലെ ഞാൻ പിന്നാണ് ശ്രദ്ധിച്ചത്, ഫ്രണ്ടിലത്തെ ഒരു കൈയുടെ പത്തിക്ക് മേപ്പോട്ട് കാണത്തില്ല. കാരണം വളരെ കൃത്യമായിട്ട് മുറിച്ചു കളഞ്ഞിരിക്കുന്നത്. അതിന് മുമ്പ് നമ്മളിങ്ങനെ കണ്ടാൽ നമുക്കത് അതിശയമായിട്ട് തോന്നില്ല, എങ്ങനെയും അപകടപ്പെട്ട് മരിച്ചാന്ന് പറഞ്ഞാൽ. ഇത് പല സ്ഥലങ്ങളിലും നമ്മൾ ടൗണിൽ കണ്ടു. അത് ഇതേ രീതിയിൽ ട്രെയിനിങ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഇപ്പൊ ഞാൻ മീരയുടെ കയ്യിൽ ഒരു കത്തിയെടുത്ത് തന്നിട്ട് മീര വലിയ പ്രസംഗമൊക്കെ പ്രസംഗിക്കോ, എനിക്ക് അവനെ കൊല്ലണം, അല്ലെങ്കിൽ മീരയ്ക്ക് ഭയങ്കര വൈരാഗ്യ ബുദ്ധിയുള്ള ഒരാളാന്ന് വെച്ചു, കൊല്ലണം എന്ന് പറഞ്ഞോടും. അപ്പൊ ഞാനൊരു കത്തിയെടുത്ത് മീരയുടെ കയ്യിലോട്ട് തന്നിട്ട് കൊല്ലാൻ പറഞ്ഞാൽ മീരയ്ക്ക് കൊല്ലാൻ പറ്റത്തില്ല. അത് വലിയ ടാസ്കാണ്. കാരണം ഇത് വളരെ കൃത്യമായിട്ട് ട്രെയിനിങ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മള് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ പണ്ട് സംഘടനാ സംവിധാനമൊക്കെ ഏത് സംഘടനയാണെന്ന് പറയുന്നില്ല. അപ്പൊ ഞങ്ങൾ ഒരാളെ ഉപദ്രവിക്കാൻ വേണ്ടി പോയി. അപ്പൊ അയാള് വെട്ടാൻ തന്നെ തീരുമാനിച്ചു പോവുകയാണ്. അപ്പൊ അത് നമ്മുടെ സംവിധാനം പാർട്ടി ഓഫീസിൽ നിന്ന് പോയപ്പോ അവർ പറഞ്ഞു, ശരി ഞാൻ വെട്ടാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ കരുത്തനായിട്ടുള്ള ഒരുത്തരങ്ങ് നിൽക്കുക. അവിടെ ചെന്നിട്ട് ആളിനെ കണ്ടു കഴിഞ്ഞപ്പോ ഇവന്റെ കയ്യിലോട്ട് ഈ വടിവാളെടുത്ത് കൊടുത്തപ്പോ ഇവൻ അവിടെ നിന്ന് വിറയ്ക്കുക. അവന് വെട്ടാനും പറ്റത്തില്ല, കുത്താനും പറ്റത്തില്ല, കൈ ഞറയുന്നിട്ടില്ലേ വെട്ടുന്നേ എന്ന് പറഞ്ഞാൽ അവന് അതിനുള്ള മാനസികാരോഗ്യം ഇല്ല, ശാരീരിക അറിയുള്ളൂ. അപ്പൊ ഇത് ഞാനീ പറഞ്ഞു വന്നത്, ഈ കഥകൾ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ അഫാൻ എന്ന് പറയുന്ന ആൾ ഒരു സാധാരണ കൊലപാതകിയല്ല. അവൻ ഒരു പക്ഷേ ഇപ്പം ഈ പറയുന്ന ഒരു
ഭീകരവാദികളുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രൂപ്പിന്റെ ഒന്നും ഭാഗമല്ലായിരിക്കാം. പക്ഷെ അവന് കൃത്യമായിട്ട് കൊല നടത്തുന്നതിനും ഇത്തരത്തിൽ മാനസിക ആരോഗ്യം കിട്ടുന്നതിനും വേണ്ടി അത്തരത്തിലുള്ള ട്രെയിനിങ് വളരെ കൃത്യമായിട്ട് കിട്ടിയിട്ടുള്ള ഒരാളാണ് അയാൾ. ഒന്നെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് ഒരു കാലഘട്ടം നിന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അയാൾ ഇപ്പോഴും ഈ പറയുന്ന ഏതെങ്കിലും ഇതുപോലുള്ള ഭീകര സംഘടനയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളാണ്. ഇതുപോലുള്ള ആളുകൾ പലരും കേരളത്തിൽ ഇനിയും കാണാൻ സാധ്യതയുണ്ട്. കാരണം ഈ ഭീകരവാദി ഇത്തരത്തിൽ ആൾക്കാരെ ട്രെയിൻ ചെയ്തെടുക്കുന്നതിന് കേരളത്തിൽ നമ്മൾക്കറിയാവുന്ന ഏറ്റവും അടുത്ത കാലങ്ങളിൽ പത്രങ്ങളിൽ കൂടി നമ്മൾ വായിച്ചറിഞ്ഞിട്ടുള്ള PFIക്കാരാണ്. അല്ലെങ്കിൽ ഇതുപോലെ പല ആൾക്കാരും ഇതുപോലെ കാണും, ടെററിസ്റ്റ് ഗ്രൂപ്പുകളൊക്കെ ഇങ്ങനെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇയാളുടെ കൊലപാതകം അതിനോട് സാമ്യപ്പെടുത്താവുന്നതാണ്. അത് വളരെ കൃത്യമായിട്ട് പോലീസ് അന്വേഷിക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. രഹസ്യാന്വേഷണ വിഭാഗം ഇതിന് സമാന്തരമായിട്ട് അന്വേഷിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ രഹസ്യാന്വേഷണ സംവിധാനങ്ങൾ NIA പോലെ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളും അവരും ഒക്കെ ഇതിന്റെ അന്വേഷണത്തെ പറ്റി നടത്തുന്നുണ്ട്. കാരണം ഇവനെല്ലാം ആൾക്കാരുമായിട്ട് ബന്ധമില്ല, ഇവൻ രാത്രിയിൽ സഞ്ചാരമുള്ള ആളാണ്, എല്ലാ ആൾക്കാരുടെയും ഇടയിൽ വളരെ മാന്യനായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. കാരണം ഈ തരത്തിൽ ആൾക്കാരുടെ ഇടയിൽ മാന്യനായിട്ട് നിൽക്കുന്ന വ്യക്തികളെയാണ് നമ്മൾ പിന്നെ പല ടെററിസ്റ്റ് ഗ്രൂപ്പിന്റെ ആളായിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ പിടിച്ചുകൊണ്ട് പോയിട്ടുള്ളവരെ കാണുമ്പോൾ പത്രത്തിൽ വായിക്കത്തില്ല, ഇത്രയും നല്ലൊരു മനുഷ്യനില്ലായിരുന്നു, ഇത്രയും നല്ലൊരു വ്യക്തിത്വം ഇല്ലായിരുന്നു, വായിക്കാറില്ലേ? അപ്പൊ അവരുടെ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി വേറൊരാളുടെ ശ്രദ്ധയിൽ അവരുടെ ഭാഗം വരാതിരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ ഒരു ശ്രദ്ധിക്കുന്ന രീതിയിലൊന്നും അവർ സമൂഹത്തിൽ നിൽക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവന് ഇതെന്ത് ന്യായം പറഞ്ഞാലും അത് പോലീസ് ഏറ്റു പറഞ്ഞാലും ഈ കൊലപാതകി ഒരു സാധാരണ കൊലപാതകിയല്ല, വളരെ കൃത്യമായിട്ട് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള, വളരെ മാനസികമായിട്ട് ശാരീരികമായിട്ട് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഒരു ഭീകരവാദി തന്നെയാണ് എന്നാണ് നമ്മൾക്ക് പറയാനുള്ളത്. അത് തന്നെയാണ് ശരി. കേരളത്തിൽ തുടരെ ഈ യുവാക്കളുടെ ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ ഒരുപാടായി റിപ്പോർട്ട് ചെയ്യുന്നു. അത് സ്വന്തം വീട്ടിൽ സ്വന്തം അമ്മയെ തന്നെ കൊല്ലുന്ന ആളുകളാണെന്നുള്ളത്. ഇനിയും കേരളത്തിൽ ഇങ്ങനെയുള്ള വാർത്തകൾ വരാതിരിക്കട്ടെ. ചർച്ചയുമായി സഹകരിച്ചതിന് നന്ദി സർ.